വെൽക്കം ബാക്ക് ടു കൊച്ചിക്കരൻസ് ബ്ലോഗ്. ഇറ്റ്സ് വിനീത് ഫ്രാൻസിസ്. ഇന്ന് നമ്മൾ ഒരു ഫിഷിനെ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കടയിൽ പോയിട്ട് നമുക്കൊരു ഫിഷ് മേടിക്കാം. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പോൾ എല്ലാം റെഡിയല്ലേ? അപ്പം നമ്മൾ പോകുന്നുണ്ട്. അപ്പം ഈ നമ്മൾ മെയിനായിട്ട് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന മീനെന്ന് പറഞ്ഞാൽ സാമണോ അല്ലെങ്കിൽ ഇത് ഹെയ്ക്ക് എന്ന് പറയുന്ന മീനുണ്ട്. അത് എന്തെങ്കിലുമൊക്കെയാണ്. രണ്ടും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മക്രൽ അയല മേടിച്ചിട്ട് വരും. സമയം ഏകദേശം 10:30 പിന്നെ ഇപ്പം ഇത് വിൻ്റർ കഴിഞ്ഞിട്ട് ഇപ്പം സമ്മറിലോട്ട് കയറുന്നതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ല, ചെറിയ ഒരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം 11 ഡിഗ്രി ഉണ്ട്. ഇപ്പോൾ ഈ ക്ലൈമറ്റ് മാറുമ്പോൾ ഈ സാധാരണ ആളുകൾക്ക് എല്ലാവർക്കും, ഇവിടെ ഉള്ള ആളുകൾക്ക് എല്ലാവർക്കും തൊണ്ടവേദനയും പിന്നെ ചെറിയ ചെറിയ പ്രോബ്ലംസൊക്കെ വരും. അത് തണുപ്പിൽ നിന്ന് ചൂടിലോട്ട് കയറുമ്പോഴും ചൂടിൽ നിന്ന് തണുപ്പിലോട്ട് മാറുമ്പോഴും അങ്ങനെ ആ കാലാവസ്ഥ മാറുമ്പോൾ അങ്ങനെ ചെറിയ ഒരു പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് സൗണ്ടൊക്കെ ഇത്തിരി പോയിരിക്കുകയാണ്. അപ്പം എന്താണെങ്കിലും അപ്പം ഇന്ന് നമ്മൾ പോണത് മോറിസണിലോട്ടാട്ടോ. മോറിസണിൽ ഞാൻ പറഞ്ഞിട്ടില്ല, നേരത്തെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സൂപ്പർ മാർക്കറ്റാണ് അത്. അപ്പം നമ്മൾ അവിടെ നിന്നാണ് നമ്മുടെ മീൻ മേടിക്കാൻ പോകുന്നത്. ഇവിടെ നിന്നൊരു 4 മിനിറ്റ് ഡ്രൈവ് ഉള്ളൂ കേട്ടോ നമുക്ക് മോറിസണിലോട്ട്. ഈ മോറിസൺ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ UK തന്നെ 4ാമത്തെ ലാർജ് സൂപ്പർ മാർക്കറ്റാണ്. ഇത് തുടങ്ങിയത് ഒരു സർ കെൻ മോറിസൺ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ ആദ്യം ഒരു കട തുടങ്ങുമ്പോൾ, അതായത് സാധാരണ ഒരു വെറും ചെറിയൊരു കട, ആകെ വിറ്റുകൊണ്ടിരുന്ന സംഭവങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടയും പിന്നെ ബട്ടറും മാത്രമാണ് വിറ്റുകൊണ്ടിരുന്നത്. പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ്, അത് 1-2 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ അത് ചെറുതായിട്ട് മീറ്റ് വിൽക്കാൻ തുടങ്ങി, പിന്നെ വെജിറ്റബിൾ ഇട്ടു. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പുള്ളിക്കാരൻ ഉയർന്നു വന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ കാർ പാർക്കാണ്. ഇത് ഭയങ്കര ഇങ്ങനെ കിടക്കണതാണ്, മൈതാനം പോലെ ഇങ്ങനെ കിടക്കണേ. അപ്പോൾ അതാണ് മോറിസണിൻ്റെ കഥ. പിന്നെ നമുക്കിവിടെ എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം, പക്ഷേ ഈ ചൈൽഡിനും പേരൻസിനും അല്ലെങ്കിൽ ഡിസേബിളിനൊക്കെ സെപ്പറേറ്റ് ബേ ഉണ്ട്. ആ ബേസിൽ തന്നെ നമ്മൾ പാർക്ക് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും. ഇപ്പം ഇവിടെ ചെക്കിങ് കുറവാണ്, ഇപ്പോൾ കോഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെക്കിങ് കുറവാണ്. പക്ഷെ എന്നാലും ആളുകളാരും അങ്ങനെ റോങ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യാറില്ല. എനിവേ, അപ്പം നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഫിഷ് നോക്കാൻ പോവാം. അപ്പോൾ നമുക്ക് കടയുടെ അകത്തേക്ക് കയറാം. അപ്പോൾ ഇതൊക്കെയാണ് ഫിഷ്. പക്ഷേ സാമൺ ഇല്ല ഇവിടെ, ഹെയ്ക്കേ ഉള്ളൂ, പിന്നെ മാക്രലും ഇല്ല. അപ്പം നമുക്ക് ഹെയ്ക്ക് തന്നെ മേടിക്കാം. This one please. Yes please. അപ്പോൾ നമ്മുടെ ഫിഷ് നമ്മൾ മേടിച്ചു. ഏകദേശം 1 കിലോയും പിന്നെ 720 ഗ്രാം സംതിങ് എന്തോ, അതായത് 1.5 കിലോന് മേലുണ്ട് ഫിഷ്. പിന്നെ ഇത് നല്ല ഒരു ഫിഷാണ്. പ്രോട്ടീൻ ഏറ്റവും കൂടിയതും അതായത് പ്രോട്ടീനും ഒമേഗ 3 കൂടുതൽ കൂടിയതും അതോടൊപ്പം തന്നെ ഫാറ്റ് കുറവായിട്ടുള്ളതുമായ ഒരു നല്ലൊരു ഫിഷാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫിഷാണ് ഹൈക്ക് എന്ന് പറയുന്നത്. ഇത് കോഡിൻ്റെ ഒരു ഗണത്തിൽപ്പെട്ടത്, അതായത് ആ ഫാമിലിയിൽപ്പെട്ട ഒരു മീനാണിത്. കോഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ട്രഡീഷണൽ ഫുഡാണ് ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിഷ് ആൻഡ് ചിപ്സും ഫിഷ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മീനാണ് കോഡെന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ തില്ലിലെത്തി. ഇനി പേ ചെയ്യാൻ പോണാണ്. ഇവിടെ നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. നമ്മൾ തന്നെ സാധനം മേടിക്കണം, നമ്മൾ തന്നെ തൂക്കണം, നമ്മൾ തന്നെ പേ ചെയ്യണം, നമ്മൾ തന്നെ വേണമെങ്കിൽ പാക്ക് ചെയ്തുകൊണ്ട് പോകണം. ആഹാ, എന്തുണ്ട് ആചാരങ്ങൾ. ഫിഷിനെ മേടിച്ച് പുറത്തേക്ക് ഇറങ്ങി. നോവയ്ക്ക് ഇത് പൊക്കാൻ പറ്റുന്നില്ല, അവന് ഹെവി ആണെന്ന് പറഞ്ഞു. അപ്പം ഞാനത് തിരിച്ച് മേടിക്കാൻ പോണേണ്. അപ്പം നമ്മൾ വണ്ടി കയറി. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഫിഷിനെ കാണാം. എന്നിട്ട് ബാക്കി ശേഷം സ്ക്രീനിൽ. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. നമ്മുടെ ചെടികളൊക്കെ കണ്ടോ? ചെടിയല്ല, മരമാണ്. പൂത്തൊളിഞ്ഞ് നിൽക്കണ കാണാൻ തന്നെ ഒരു ഐശ്വര്യമാണ്. പർപ്പിൾ ലീഫ് ചെറി ബ്ലസം ട്രീ എന്ന് എൻ്റെ പേര്. റോയൽ ബർഗണ്ടി എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഈ സമയമാകുമ്പോൾ ഇങ്ങനെ പൂത്ത് മൊത്തം പൂവായിരിക്കും. ഇലകൾ ഇത് കഴിഞ്ഞിട്ട് ഈ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയി കഴിയുമ്പോഴാണ് ഇലകൾ വരുന്നത്. അപ്പോൾ അതിങ്ങനെ മൊത്തം പൂക്കളായിട്ട് അതെല്ലാം ഇങ്ങനെ താഴെ കിടക്കും. അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ. അവനെ നമുക്ക് പുറത്തെടുക്കാം. എന്നിട്ട് ഇനി ക്ലീനിങ് ആണ്. ഇനി ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണ്. ഇവനുണ്ടല്ലോ, ആകെ ഒരു മുള്ള് മാത്രമേ ഉള്ളൂ, നടുക്ക് ഒരു ബോൺ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ മുള്ളുകളൊന്നുമില്ല. അതുകൊണ്ട് പിള്ളേർക്ക് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ omega-3 പിന്നെ പ്രോട്ടീനും കൂടി എൻറിച്ച്ഡ് ആണ്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫിഷാണിത്. പിന്നെ സാമൻ മേടിച്ചാൽ പോലും നമുക്ക് ഒത്തിരി മുള്ളുണ്ടാവും. അപ്പോൾ ഇതിൽ മുള്ള് വളരെ കുറവാണ്. അപ്പോൾ ബെസ്റ്റ് ഫോർ ദ കിഡ്സ്. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം തീർന്നു. നമ്മൾ നല്ല ഭംഗിയായിട്ട് മീനെ വെട്ടി ഉപ്പിട്ടൊക്കെ കഴുകി പിന്നെ ചെറിയ ചെറിയ പീസാക്കി ഫ്രൈ അടിക്കാനുള്ള രീതിയിലാക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് കാശ്മീരി പൊടിയും ഇട്ട് നല്ല അടിപൊളിയായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എണ്ണ ചൂടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണതാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ മീനിടുന്നു, പൊരിക്കുന്നു, തട്ടുന്നു. അപ്പോൾ അതാണ് പരിപാടി. ഓക്കെ. അപ്പോൾ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടൺ പിന്നെ ലൈക്ക് ബട്ടൺ അതൊന്നും മറക്കല്ലേട്ടാ. ബൈ, താങ്ക് യു.